വി.സിമാർ ആർ.എസ്.എസിന്റെ പരിപാടിയിൽ പങ്കെടുത്തതാണ് ഇവിടെ വലിയ പ്രശ്നമായി വി.ഡി. സതീശൻ ഉയർത്തി കാണിച്ചത്. പക്ഷേ എന്തുകൊണ്ടാണ് വി.സിമാർ, പഴയ ജഡ്ജിമാർ, മുൻ ജഡ്ജിമാർ, മുൻ ആർമി ഉദ്യോഗസ്ഥർ, വലിയ സൈനിക മേധാവിമാർ അടക്കമുള്ളവർ, ഐ.പി.എസുകാർ, ഐ.എ.എസുകാർ, ശാസ്ത്രജ്ഞർ, സാമ്പത്തിക വിദഗ്ധർ തുടങ്ങി സമൂഹത്തിൻ്റെ നാനാതുറകളിൽ ഉന്നത പദവി വഹിക്കുന്നവർ പിന്നീട് ആർ.എസ്.എസിൻ്റെ ഭാഗമാകുന്നത്? ഇതിനകത്ത് ആർ.എസ്.എസ് അവരിലേക്ക് ഒരു കാന്തിക ശക്തിയായി മാറുന്നത് എങ്ങനെയാണ്? എന്തുകൊണ്ടാണ് അവർ ആർ.എസ്.എസിലേക്ക് പോകുന്നത്? ഞാൻ ഈ വിഷയം രണ്ട് തരത്തിലെടുക്കാം. ഒന്ന്, ആദ്യമായിട്ട് ഈ വി സിമാർ മാപ്പ് പറയണമെന്നുള്ള ഒരു വിഷയമുണ്ട്. ഈ വി സിമാർ മാപ്പ് പറയണം എന്നുള്ളത് മുഖ്യമന്ത്രി പറഞ്ഞാലും കൊള്ളാം, ആഭ്യന്തര വകുപ്പ് മന്ത്രി പറഞ്ഞാലും കൊള്ളാം, ഈ പറയുന്ന ആൾക്ക് ചരിത്രബോധമില്ല എന്നുള്ളതാണ് വസ്തുത. നല്ല എക്സാമ്പിൾ, കേരളത്തിൽ 1958 സമയത്ത് കേരള യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ ജോൺ മത്തായി ആയിരുന്നു. ജോൺ മത്തായി എന്ന് പറയുന്നത് ഇന്ത്യയുടെ ആദ്യത്തെ ധനകാര്യ വകുപ്പ് മന്ത്രിയാണ്. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം ബോംബെ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറായി, പിന്നെ അദ്ദേഹം കേരള യൂണിവേഴ്സിറ്റിയിൽ വൈസ് ചാൻസലറായി, പിൽക്കാലത്ത് അദ്ദേഹം FICയുടെ ചെയർമാനൊക്കെ ആയിരുന്നു. അദ്ദേഹം ധനകാര്യ വകുപ്പ് മന്ത്രി സ്ഥാനം കഴിഞ്ഞിട്ട് ഇവിടെ വന്നത്. അദ്ദേഹത്തെ EMS അദ്ദേഹമായിട്ട് കാണാൻ വേണ്ടി പോകുന്നുണ്ട്. EMS അദ്ദേഹത്തെ അവിടെ പോയിട്ടേ കാണുന്നത്. എന്നുവെച്ചാൽ ഒരു വൈസ് ചാൻസലർക്കെതിരായിട്ട് ഒരു പരാതിയും പറയാതെ കണ്ട് വൈസ് ചാൻസലറെ കാണുന്ന മുഖ്യമന്ത്രിമാരുണ്ടായിരുന്ന നാടാണ് കേരളം. ഇന്നിപ്പോൾ ചില മുഖ്യമന്ത്രിമാർ വൈസ് ചാൻസലർമാരോട് മാപ്പ് പറയണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ കൃത്യമായിട്ടുള്ള ഒരു അഭിപ്രായമുള്ളത്, ഈ പറയുന്ന മുഖ്യമന്ത്രിമാർക്കോ ഹോം മിനിസ്റ്റർക്കോ ഒന്നും എന്താണ് വൈസ് ചാൻസലർ എന്നുള്ളത് തിരിച്ചറിയാൻ പാടില്ല. വൈസ് ചാൻസലറുടെ മഹത്വം തിരിച്ചറിയാൻ പാടില്ല. അദ്ദേഹത്തിൻ്റെ ജോലിയെ സംബന്ധിച്ച് നിശ്ചയമില്ല. ഈ പറയുന്ന വൈസ് ചാൻസലർക്കെതിരായിട്ട് ഒരു മടക്കാനുള്ള അധികാരം, അദ്ദേഹത്തെക്കുറിച്ചൊരു നോട്ടീസ് കൊടുക്കാനുള്ള അധികാരം ഈ മുഖ്യമന്ത്രിക്കുണ്ടോ? കേരളത്തിലുണ്ടോ? മുഖ്യമന്ത്രിക്കുണ്ടോ? ഇല്ല. മുഖ്യമന്ത്രി എന്നൊക്കെ പറഞ്ഞാൽ ഈ പറയുന്ന വൈസ് ചാൻസലറിന് മേലെയല്ല, അത് ധരിക്കരുത്. വൈസ് ചാൻസലർ എന്ന് പറഞ്ഞൊരു ഉന്നതമായിട്ടുള്ള പദവിയാണ്. വൈസ് ചാൻസലർക്കെതിരായിട്ട് നടപടിയെടുക്കാൻ അർഹതയുള്ള ഏക ആളുള്ളത് അത് ചാൻസലർ മാത്രമാണ്. അത് കേരളത്തിൻ്റെ ഗവർണറാണ്. ഞാൻ ആലോചിച്ചു, കേരള യൂണിവേഴ്സിറ്റിയുടെ ആദ്യത്തെ വൈസ് ചാൻസലർ ആരാണെന്നറിയാമോ? അത് കേരളത്തിന് മുഖ്യമന്ത്രിക്കൊന്ന് മനസ്സിലാക്കേണ്ടതാണ്. അത് സർ CP രാമസ്വാമി അയ്യരാണ്. സർ CP രാമസ്വാമി അയ്യർ വൈസ് ചാൻസലറും വൈസ് ചാൻസലറായിരുന്ന അന്നത്തെ മറ്റേ അമ്മ മഹാറാണിയും മഹാരാജാവായിരിക്കുന്ന ആള് ചാൻസലറുമായിരുന്നു ഇവിടുത്തെ. ആ സമയത്ത് ഈ പറയുന്ന വൈസ് ചാൻസലർ ഒരു പദവിയുണ്ട്. വൈസ് ചാൻസലർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സാധാരണ ഇവർ അളന്ന് തിട്ടപ്പെടുത്താൻ സാധ്യമല്ലാത്ത ഒരു ഉന്നതമായിട്ടുള്ള പദവിയാണ്. അങ്ങനെയുള്ള ഉന്നതമായിരിക്കുന്ന പദവികളെ സംബന്ധിച്ച് അവർക്ക് സ്വയം തീരുമാനിക്കാൻ സാധിക്കും. അവർക്ക് വിഷയങ്ങളിൽ അഭിപ്രായമുണ്ട്. അവർ ഏത് പരിപാടിക്കാണ് പോകണമെന്നുള്ളതിന് ഈ പറയുന്ന വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ ഒരു വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുണ്ട്, ഉന്നത വിദ്യാഭ്യാസം ഭരിക്കുന്ന ആളല്ലേ. ഇയാൾ ഇന്നലെ വന്ന രാഷ്ട്രീയത്തിൽ വന്ന ആളാ. ഇയാളുടെ അനുവാദമൊന്നും ഈ പറയുന്ന വൈസ് ചാൻസലർക്ക് ആവശ്യമില്ല. വൈസ് ചാൻസലർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാലങ്ങളായിട്ട് വിദ്യാഭ്യാസ രംഗത്ത് അവരുടെ തഴക്കത്തിൻ്റെയും പഴക്കത്തിൻ്റെയും അടിസ്ഥാനത്തിൽ അവർ വിദ്യാഭ്യാസ യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ വന്നിട്ടുള്ള ആളുകളാണ്. അവർക്ക് ഇവരുടെ ഒന്നും അനുവാദമില്ല. ഈ പറയുന്ന ആളുകളൊന്നും ഇവരുടെ മാതിരിയുള്ള വെള്ളനിലത്തെ പോലുള്ള ആളുകളൊന്നും വന്നവരല്ല. കാരണം കോൺഗ്രസിന്റെ ഭരണകാലത്ത് വന്ന വൈസ് ചാൻസലർമാർ ഏറെ പേരും അവരുടെ ഡ്രസ് കോഡ് വെച്ചിട്ട് വന്നിട്ടുള്ളവരാണ്. പാരമ്പര്യത്തിന്റെ പേരിൽ വന്നതല്ല. അതിന്റെ പേരിലാണ് കോൺഗ്രസ്സുകാർക്കും ചിലപ്പോൾ തോന്നാറുണ്ട് ഈ പറയുന്ന വൈസ് ചാൻസലർ എന്നൊക്കെ പറഞ്ഞ മുഖ്യമന്ത്രിയെക്കാളും താഴെയാണെന്ന്. അങ്ങനെ താഴെയാണെന്ന് ധരിക്കരുത്. വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും ധരിക്കരുത് എന്നേക്കാളും താഴെയാണ് വൈസ് ചാൻസലർ എന്ന് കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയോ ഏതെങ്കിലും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്ക് ധരിച്ചിട്ടുണ്ടെങ്കിൽ ഇവരെല്ലാവരും കിണറ്റിലെ തവളകളാണെന്ന് മാത്രമേ നമുക്ക് പറയാൻ വേണ്ടി സാധ്യമുള്ളൂ. ഇവർക്ക് യാതൊരു വിവരമില്ല എന്ന് പറയേണ്ടി വരും. അതൊന്ന്. രണ്ടാമത്തത്, RSSുമായിട്ട് ബന്ധപ്പെടാൻ തുടങ്ങി ഇന്ന് ഇന്നലെ ഒന്നും അല്ലല്ലോ. ഇപ്പൊ ഇവർക്ക് ചിലർക്ക് തോന്നാം 2014 നരേന്ദ്രമോദി അധികാരത്തിലെത്തിയതിനു ശേഷമാണ് RSSലേക്ക് ഇത്തരം വരുന്ന വലിയ വലിയ ആളുകളുടെ വരവെന്ന് ധരിക്കും. അങ്ങനെയല്ല വസ്തുത. ഇന്ത്യയുടെ ചരിത്രത്തില് RSSന്റെ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിനെതിരായിട്ട് ആദ്യമായിട്ട് ആരോപണം ഉന്നയിക്കുന്നത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആണ്. ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി. അദ്ദേഹം ഉന്നയിക്കുന്ന ആരോപണം എന്താ? ഗാന്ധിവധത്തിൽ RSSന് പങ്കുണ്ടെന്ന്. അവസാനം എന്താ സംഭവിച്ചത്? 14 കൊല്ലം കഴിഞ്ഞ സമയത്ത് ഇദ്ദേഹത്തിന് നെഹ്റുവിന് മനസ്സിലായത് RSSന് പങ്കില്ല എന്ന് മാത്രമല്ല, RSS ആണ് ഭാരതത്തിന്റെ ജീവാത്മാവും പരമാത്മാവും എന്ന് കൃത്യമായിട്ട് ബോധ്യപ്പെട്ട ആളാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു. അതുകൊണ്ടാണ് 1963 നടന്ന റിപ്പബ്ലിക് ദിന പരേഡിൽ, അത് ഡൽഹിയിലും കൊച്ചിയിലും കൽക്കട്ടയിലും മഹാരാഷ്ട്രയിലും അടങ്ങുന്ന എല്ലാ സ്ഥലത്തും നടന്ന റിപ്പബ്ലിക് ദിന പരേഡുകളിൽ RSSന്റെ നേതൃത്വത്തിൽ ക്ഷണിച്ചത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു നേരിട്ടാണ്. ഇത് ചരിത്രത്തിന്റെ ഭാഗമല്ലേ? എന്താ കാരണം നെഹ്റുവിന് മനസ്സിലായി താൻ കാണിച്ച പമ്പര മണ്ടത്തരം, ഗാന്ധിവധം RSSന്റെ മേർക്ക് ഉന്നയിച്ചത് താൻ കാണിച്ച വിഡ്ഢിത്തരമാണെന്ന് കൃത്യമായിട്ട് ബോധ്യം വന്ന ആളാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു. ഇത് മാത്രമായിരുന്നില്ലല്ലോ, നെഹ്റുവിന്റെ മന്ത്രിസഭയിൽ ആദ്യത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുണ്ട്, മുഹമ്മദ് കരീം ഛഗ്ല എന്ന അദ്ദേഹത്തിന്റെ പേര്, MC ഛഗ്ല.
ആ MC ചെക്കിൾ പിന്നെ പിൽക്കാലത്ത് RSSകാരനായി. അദ്ദേഹം RSSന്റെ വക്താവായി. RSSന്റെ ശാഖാപരിപാടിയിൽ അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്. അദ്ദേഹം മാത്രമായിരുന്നില്ല, ഇന്ത്യയുടെ ആദ്യത്തെ ധനകാര്യ വകുപ്പ് മന്ത്രി നേരത്തെ പറഞ്ഞ മറ്റേ ഇദ്ദേഹത്തിന് ജോൺ മത്തായിയുടെ നെവിയുണ്ട്. അദ്ദേഹത്തിന് പേര് വർഗീസ് എന്നാണ്. വർഗീസ് കുര്യൻ എന്ന് അദ്ദേഹത്തെ വിളിക്കുക. ഈ പറയുന്ന കുര്യൻ എന്ന് പറയുന്ന ആള് ഗുജറാത്തിൽ അറിയപ്പെട്ടത് അദ്ദേഹത്തിൻ്റെയാണ് മറ്റേ അമുൽ കുര്യൻ. ഈ അമുൽ കുര്യന്റെ പുസ്തകത്തിനകത്ത് അദ്ദേഹം എഴുതിയിട്ടുണ്ട്, ഞാൻ RSSന്റെ ഡോക്ടർ വർഗീസ് കുര്യൻ. വർഗീസ് കുര്യൻ പറയുന്നത്, ഞാൻ ഇദ്ദേഹത്തെ കണ്ടിരുന്നു, ഗുരുജി ഗോൾക്കറെ കണ്ടിരുന്നു, ഗോവധ നിരോധനവുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം ഒന്നിച്ചുള്ള ചർച്ചയിൽ പങ്കെടുത്തിരുന്നു. അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളോടുള്ള അദ്ദേഹത്തിൻ്റെ സമീപനം, അദ്ദേഹത്തിൻ്റെ വിഷൻ അതിനെ ഒരുപാടെന്നെ സ്വാധീനിച്ചു എന്ന് പറഞ്ഞ് പിൽക്കാലത്ത് RSSന് അനുകൂലമായിട്ടുള്ള പുസ്തകരചനയിൽ ഏർപ്പെട്ട ആളുടെ പേരാണ് അമുൽ കുര്യൻ. ഇവര് മാത്രമൊന്നും ആയിരുന്നില്ലല്ലോ. ഇപ്പൊ കേരളത്തിൽ നമുക്കറിയാം VT ഇന്ത്യയുടൻ ഉണ്ട്. ദേശാഭിമാനി ദിനപത്രത്തിന്റെ ചീഫ് എഡിറ്റർ ആയിരുന്നു VT ഇന്ത്യയുടൻ. അത് സാക്ഷാൽ വള്ളത്തോളിന്റെ മകളുടെ ഭർത്താവ്. ഈ പറയുന്ന ആള് അവസാന കാലത്ത് ആരുടെ കൂടെ ഉണ്ടായിരുന്നത്? അദ്ദേഹം RSSലായിരുന്നു. കേരളം കണ്ട ഏറ്റവും വലിയ ചരിത്രകാരന്മാരിൽ ഒരാള് VVK വാലത്തുണ്ട്. ഈ VVK വാലത്ത് RSSന് കടുത്ത എതിരാളിയായിരുന്നല്ലോ. പിൽക്കാലത്ത് എന്തായി VVK വാലത്ത് പറയുന്നത്, ഞാൻ AKGയുടെ ആരാധകനാണ്. AKGയുടെ പ്രസംഗം അടിയന്തരാവസ്ഥ കാലത്ത് പാർലമെന്റിൽ നടത്തിയ പ്രസംഗം ഞാൻ വായിച്ചത് RSS ഇറക്കുന്ന കുരുക്ഷേത്രയിൽ കൂടിയാണ്. ദേശാഭിമാനി ദിനപത്രം അത് പബ്ലിഷ് ചെയ്തിരുന്നില്ല എന്ന് പറഞ്ഞ് VVK വാലത്താണ്. അങ്ങനെ അവത്തിന് VT ഭട്ടതിരിപ്പാടുണ്ട്. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് വന്ന പുസ്തകം എഴുതിയിട്ടുള്ള ആള്, കേരളം കണ്ട ഏറ്റവും വലിയ സാമൂഹ്യ പരിഷ്കർത്താവ്, ഇടതുപക്ഷ ചിന്താഗതി ഉണ്ടെന്ന് ഇവര് വിശേഷിപ്പിച്ച ആള്. അദ്ദേഹം എവിടെയായിരുന്നു RSS പിൽക്കാലത്ത്? 1969 നടന്ന RSSന്റെ വിജയദശമി പരിപാടിയുടെ അധ്യക്ഷൻ അദ്ദേഹമായിരുന്നു പാലക്കാട് ജില്ലയില്. ഇങ്ങനെ നിരവധി ആളുകൾ, അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസുമായിട്ട് ബന്ധപ്പെട്ട നിരവധി ആളുകൾ RSSന്റെ പരിപാടിയിൽ പങ്കെടുക്കുന്നത് ഒരു സ്വാഭാവികമാണ്. അതിനകത്തൊരു തർക്കത്തിന്റെ വിഷയമില്ല. അതൊരു ദേശീയതയുടെ വിഷയമാണ്, ഒരു ദേശസ്നേഹത്തിന്റെ പ്രശ്നമാണ്. RSSനെ സംബന്ധിച്ച് ക്രിസ്ത്യാനിയെന്നോ മുസ്ലിം എന്നോ കോൺഗ്രസ് എന്നോ കമ്മ്യൂണിസ്റ്റ് എന്നോ എന്നുള്ള യാതൊരു വേർതിരിവുകളും RSSലില്ല. നിങ്ങൾ RSS ആണെങ്കിൽ നിങ്ങൾ BJP ആയിക്കോ, നിങ്ങൾ വേണമെങ്കിൽ കോൺഗ്രസ് ആയിക്കോ, നിങ്ങൾ വേണമെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ആയിക്കോ, നിങ്ങൾ വേണമെങ്കിൽ ക്രിസ്ത്യാനി ആയിക്കോ, നിങ്ങൾ വേണമെങ്കിൽ മുസ്ലിം ആയിക്കോ, നിങ്ങൾ ഏത് മതവിഭാഗമാണെങ്കിലും കൊള്ളാം, നിങ്ങൾ ഈ നാടിനെ സ്നേഹിക്കാൻ തയ്യാറാവണം. നാടിനെ സ്നേഹിക്കുന്നവരാരും നിങ്ങൾ RSSുമായിട്ട് ബന്ധപ്പെടുന്നവരാണ്. ഇത് പറയുമ്പോൾ എന്താ വൈസ് ചാൻസലർക്ക് പ്രശ്നം? അവിടെയാണ് വൈസ് ചാൻസലർമാർ പറയുന്നത്, ഞങ്ങളുടെ ദേശസ്നേഹത്തിന്റെ ചരിത്രം ഞങ്ങൾ പഠിക്കുന്നത് അത് RSSൽ കൂടിയാണ്. ഇവിടെ കോൺഗ്രസ്സുകാരൻ പറയാറുണ്ടോ? കോൺഗ്രസ്സുകാരൻ ഏതെങ്കിലും സമയം, ഞാൻ വരുന്ന പറയട്ടെ, കോൺഗ്രസ്സുകാരൻ ഏതെങ്കിലും സമയത്ത് മഹാത്മാഗാന്ധി അനുസ്മരിക്കാറുണ്ടോ? ഒരു സ്ഥലത്ത് കോൺഗ്രസ്സുകാരൻ അനുസ്മരിക്കുന്ന ഇവരെന്ന് പറയട്ടെ. ഇന്ദിരാഗാന്ധി അടക്കം, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു അടക്കം, ലാൽ ബഹദൂർ ശാസ്ത്രിയോ മൻമോഹൻ സിംഗോ ഇപ്പോഴത്തെ സോണിയാഗാന്ധിയോ രാഹുൽ ഗാന്ധിയോ രാജീവ് ഗാന്ധിയോ ഇവരാരെങ്കിലും മഹാത്മാഗാന്ധി എന്തെങ്കിലും അനുസ്മരിച്ചിട്ടുണ്ടോ? മറിച്ച് RSSന്റെ ശാഖയിൽ സാധാരണ പ്രവർത്തകന്മാർ പോലും തിലകോ ഗാന്ധി രാതൃത എന്ന് പറഞ്ഞ് അതിരാവിലെ പ്രാതസ്മരണയിൽ പോലും ഗാന്ധിയെ സ്മരിക്കുന്നവരാണ് RSSകാര്. അപ്പൊ അതുകൊണ്ട് RSSന്റെ ചരിത്രം എന്ന് പറഞ്ഞാൽ അത് ദേശസ്നേഹികളുടെ ചരിത്രമാണ്. അവിടെ കപട രാഷ്ട്രീയത്തിന്റെ ചരിത്രമില്ല, അവിടെ അധികാര രാഷ്ട്രീയത്തിന്റെ പ്രശ്നമില്ല. അതുകൊണ്ട് സ്വാഭാവികമായിട്ട് വൈസ് ചാൻസലർമാർ RSSന്റെ വഴിയിൽ പങ്കെടുക്കുക. അല്ല, ഇവരൊക്കെ ഈ പറയുന്ന ഉന്നതരായിട്ടുള്ള ജഡ്ജിമാര്, മുൻ കരസേനാ മേധാവിമാര്, മുൻ സൈനിക മേധാവിമാര്, അതുപോലെ തന്നെ വലിയ ശാസ്ത്രജ്ഞന്മാര്, അങ്ങനെ തുടങ്ങി ഒരുപാട് ആൾക്കാർ, സമൂഹത്തിന്റെ നാനാതുറയിലുള്ള ഉന്നതരായ ആൾക്കാർ അവർ RSSലേക്ക് വരുന്നത്. ഇത് ആകർഷിക്കുന്ന എന്താണ് ഈ RSS? അല്ല, അതിന് കാരണം എന്താണെന്ന് വളരെ സിമ്പിളാണ്. നിങ്ങൾ നമ്മുടെ നാട്ടിൻ പുറത്തുനിന്ന് ഒരാളെ ഇവിടുന്ന് ഗൾഫിലേക്ക് അയക്കുക, ഒരു 2 കൊല്ലം അയാൾ ഗൾഫിൽ പോയി നിൽക്കുക, തിരിച്ചയാൾ RSS ആവും. അതേപോലെ തന്നെ ഒരു 3 കൊല്ലത്തേക്ക് പട്ടാളത്തിലേക്ക് അയക്കുക, തിരിച്ചു വരുമ്പോൾ അയാൾ RSS ആവും. എന്താ കാരണം? എവിടെയാണോ സ്വന്തം നാടിനെ സംബന്ധിച്ച് ഇവരുടെ മനസ്സിന് ഉള്ളിൽ തട്ടുന്നത്, ആ ഉള്ളിൽ തട്ടുന്ന സമയത്ത് ഇവർ RSS ആവും. അത് കോൺഗ്രസ്സുകാരനാവും. അങ്ങനെയാണ് ഇപ്പോൾ നമുക്ക് പറയാമല്ലോ, കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് പോലും RSS ആവാം. കേരളത്തിന്റെ പല മുഖ്യമന്ത്രി RSS ആയിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റുകാരന് വേണമെങ്കിൽ RSS ആവാം, അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരന് വേണമെങ്കിൽ RSS ആവാം. ആർക്ക് വേണമെങ്കിലും, അത് കരസേന മേധാവിക്കാവാം, പട്ടാള ഉദ്യോഗസ്ഥന്മാർക്കാവാം, വ്യവസായ രംഗത്തുള്ളവർക്കാവാം, മേധാവികൾക്കാവാം, ആർക്ക് വേണമെങ്കിലും RSS ആകാം. ഒരൊറ്റ കണ്ടീഷൻ അതിനകത്തുള്ളൂ. അവിടെയാണ് ജസ്റ്റിസ് KT തോമസ് പറഞ്ഞത്, ഭാരതത്തിന്റെ കാവലാളാണ് RSS. അത് ആദ്യം വാക്ക് ഉപയോഗിച്ചത് ജസ്റ്റിസ് KT തോമസ് അല്ല, ക്രൈസ്തവ ബിഷപ്പ് പാതിരിയായിരിക്കുന്ന ആന്റണി എലഞ്ഞുപറ്റം എന്ന് പറഞ്ഞാൽ അതൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. RSS ഭാരതീയ സംസ്കൃതിയുടെ കാവൽ സേന എന്നാണ് ആ പുസ്തകത്തിന്റെ പേര്. അദ്ദേഹം ഇവിടെ എറണാകുളത്തുകാരനാണ്. എറണാകുളത്ത് ഇവിടെ കുണ്ടന്നൂർ അടുത്ത അദ്ദേഹത്തിന്റെ വീട്. അദ്ദേഹം ഇവിടെ നിന്ന് ബോംബെയിൽ അവിടെ പോയിട്ടൊരു ആസ്ഥാനം സ്ഥാപിച്ചു.
ആസ്ഥാനം സ്ഥാപിച്ച സമയത്താണ് അദ്ദേഹം RSSകാരെ പരിചയപ്പെട്ടത്. അദ്ദേഹം എഴുതിയിരിക്കുന്ന പുസ്തകം ഇന്ന് ലഭിക്കാനുണ്ട്. അദ്ദേഹത്തിൻ്റെ പേരക്കുട്ടിയാണ് ഇവിടുത്തെ കോൺഗ്രസിന് നേതാവായിട്ടുള്ള മഹിളാ കോൺഗ്രസിൻ്റെയൊക്കെ നേതാവാ. അദ്ദേഹത്തിൻ്റെ കുടുംബം കോൺഗ്രസ് കുടുംബമാണ്. അല്ലെന്ന് ഇവരൊന്ന് പറയട്ടെ. ആ പുസ്തകം ഇന്നിപ്പോൾ ആരെ വിൽക്കുന്നത്? അവരാണല്ലോ വിൽക്കുന്നത്. RSS ഭാരതീയ സംസ്കൃതിയുടെ കാവൽ സേന എന്ന് പറയുന്ന ഗ്രന്ഥം എഴുതി വിൽക്കുന്നത് ഇവിടുത്തെ കോൺഗ്രസ്സുകാരാണ്. അല്ലെങ്കിൽ മറ്റേ ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിയുടെ നാട്ടുകാരാണ് വിൽക്കുന്ന പുസ്തകം. അവരല്ല എന്ന് പറയട്ടെ. അവർ സിറ്റിംഗ് വാർഡ് കൗൺസിലാണ് വിൽക്കുന്നത്. അവർ മഹിളാ കോൺഗ്രസിൻ്റെ ജില്ലാധ്യക്ഷയാണ് ഈ പുസ്തകം വിൽക്കുന്നത്. അല്ലെങ്കിൽ ഇവർ ചരിത്രം നോക്കി വരുന്നത് അല്ല എന്ന് പറയട്ടെ. അല്ലെങ്കിൽ അവിടെ നിന്ന് റെയ്ഡ് നടത്തേണ്ട ധൈര്യം ഉണ്ടെങ്കിൽ ഞാൻ കാണിച്ചു കൊടുക്കാമല്ലോ പുസ്തകം. ഞാൻ ആ പുസ്തകം അവിടെ നിന്ന് പണം കൊടുത്ത് വാങ്ങിച്ചിട്ടുണ്ടല്ലോ. ഇങ്ങനെ നിരവധി തെളിവുകൾ. അങ്ങനെ ആർക്ക് വേണമെങ്കിലും വരാവുന്ന ഒരൊറ്റ കണ്ടീഷനേ ഉള്ളൂ അതിനകത്ത്. നിങ്ങൾ ഈ നാടിനെ സ്നേഹിക്കണം. നാടിനെ സ്നേഹിക്കുന്ന ആർക്കും വരാവുന്ന ഒരു ഓപ്പൺ ഡോറാണ് RSSൻ്റെ കെട്ടിടം. RSS പറയുന്ന മഹാപ്രസ്ഥാനം അതാണെന്നാണ് ഞാൻ സംഘത്തെക്കുറിച്ച് മനസ്സിലാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വൈസ് ചാൻസലർമാർക്കും കരസേനയിൽ പ്രവർത്തിക്കുന്നവർക്കും നാവികസേനയിൽ പ്രവർത്തിക്കുന്നവർക്കും വായുസേനയിൽ പ്രവർത്തിക്കുന്നവർക്കും ജഡ്ജിമാർക്കും എല്ലാവർക്കും അവരുടെ ഔദ്യോഗിക നിർവഹണത്തിന് തടസ്സപ്പെടാത്ത രീതിയിൽ RSSുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും സാഹചര്യവും ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.